ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓടുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ മീഡിയം സൈസ് ബ്രെഡിൽ ഒരു 4 ബ്രെഡ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുട്ടി കുട്ടി പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ഥലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്, അത്രയും മാത്രമേ ഉള്ളൂ. ബ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 മുട്ടയും കൂടിയാണ്. അപ്പോൾ ഈ മുട്ടയും നമുക്ക് ഈ സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് മുട്ടയിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ 2 മുട്ടയിലേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചിട്ട് നമുക്ക് എടുത്താൽ മതിയാവും. മുളക് പൊടിയുടെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഈ 2 മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി. അപ്പോൾ ആ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മുട്ടയെല്ലാം ഞാനിപ്പോൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തുടങ്ങാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു അളവിലുള്ളതുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കും, നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ തന്നെ ഇതൊന്ന് തയ്യാറാക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യിലും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അല്ല നമ്മൾ വേറെ ഓയിലൊന്നും തയ്യാറാക്കുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ബട്ടർ ചേർക്കുമ്പോഴത്തേക്കും എപ്പോഴും ഫ്ലെയിം നമ്മൾ ഒന്ന് ലോയിൽ വേണം വെച്ചിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാളയിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. അത് നല്ല കുട്ടി കുട്ടി പീസാക്കി അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ചെറിയ പീസാക്കി വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഒരല്പം മാത്രം സവാളയ്ക്കൊപ്പം അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് കുറച്ച് തക്കാളിയും കൂടി. അപ്പോൾ തക്കാളിയും ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ തക്കാളിക്ക് ഉള്ളിലുള്ള ആ കുരുവും ആ ഫ്ലഷൊക്കെ ഉണ്ടല്ലോ, വെള്ളം പൊള്ള, അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ പുറം ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളിയും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ ആ ഇഞ്ചിയും കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റി അങ്ങനെ കളറൊന്നും മാറണമെന്ന് ആവശ്യമില്ല. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. ആ ഒരു രീതിയിൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് എല്ലാം ലോയിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എങ്കിൽ പിന്നെ പെട്ടെന്ന് പാൻ വന്നിട്ട് നന്നായിട്ട് ചൂടായി പോകും. അപ്പോൾ നമുക്ക് അത്രയും ചൂട് വേണ്ട, അതിൻ്റെ പേരിലാണ്. ഒരു 30 സെക്കൻഡ് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ ബാറ്ററും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. മുട്ടയുടെ ബാറ്റർ ചേർക്കുന്ന ടൈമിൽ വീണ്ടും നമ്മുടെ നല്ലൊരു ബാറ്റർ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മാറ്റി കൊടുക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും. നമ്മളിപ്പോൾ ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പേരിലാണ് ഈ പതുക്കെ മാത്രമേ മുട്ട വെന്തിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് പിന്നെ വേണ്ടതാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് പീസും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫ്രൈയിങ് പാനിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ബ്രെഡും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത എല്ലാ ബ്രെഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇതുപോലൊരു സ്പാച്ചിൽ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ മുട്ടയിലേക്ക് എല്ലാം നല്ലതുപോലെ സ്റ്റിക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നമ്മളത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ തന്നെ ഉറച്ചിട്ടിരിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇത് ഇളകിപ്പോവും, അതിൻ്റെ പേരിലാണ്.
ഇതിപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പമോ അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വിശന്നൊക്കെ ഇരിക്കുന്ന ടൈമിൽ എപ്പോഴെങ്കിലും വിശന്നൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഒരു ജ്യൂസിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഫ്ലെയിം ലോയിലാണ് ഞാനിപ്പോഴും വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി നല്ലതാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യേണ്ടത് ഒരു ചട്ടുകം വെച്ചിട്ട് തിരിച്ചിടുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ചിലപ്പം പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയല്ല, പകരം ഒരു പരന്നൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെക്കണം. പ്ലേറ്റ് അല്ലെങ്കിൽ വേറെ എന്തായാലും മതിയാവും. ഇതുപോലത്തെ ഒരു ഫ്രൈയിങ് പാൻ ആണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് അമഴ്ത്തി വെച്ചിട്ട് തിരിച്ചിട്ടാൽ മതിയാവും. തിരിച്ചിടുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് ഇതുപോലെ കിട്ടും. ഒന്നും പൊടിഞ്ഞു പോവുകയോ ഉടയാതെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് ഇതേ പാനിലേക്ക് തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ബട്ടറും കൂടിയാണ്. അപ്പോൾ അത് ചേർക്കാം. ബട്ടർ എല്ലാം നല്ലതുപോലെ നേരത്തെ പോലെ തന്നെ എല്ലാം നല്ലതുപോലെ എടുക്കണം. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും ബ്രെഡും കൂടി ഇതിലേക്ക് പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കണം. പൊടിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ വേണം നമ്മളത് എടുത്ത് വെക്കാനായിട്ട്. അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡിന് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ഒരു ക്രിസ്പി ആയിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ അടിഭാഗം നല്ലതുപോലെ മുട്ടയൊക്കെ കൊണ്ട് സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പുറം ഭാഗം മറുവശവും നല്ലതുപോലെ ടോസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും പിസ്സ കട്ടർ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി കൊണ്ടോ ചെറുതായിട്ട് നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ 4 പീസാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂടി തിരിച്ചിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓരോ പീസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മുടെ ബ്രെഡെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ബ്രെഡ് നല്ലതുപോലെ കറക്റ്റിന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒന്നായിരിക്കും എന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസിൽ ഇങ്ങനെ മുക്കി ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചൂടോടെ തന്നെ ഈ ക്രിസ്പിയോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി പോകും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.